SpaceX copies 400 meters. ഇപ്പോൾ 400 മീറ്റർ അകലെ മാത്രം സ്പ്ലാഷ് ഡൗൺ ലൊക്കേഷനിൽ നിന്ന് വെറും 300 മീറ്റർ അകലെ മാത്രമാണ് ഇപ്പോൾ ആ പേടകമുള്ളത്. 30 km/h എന്ന വേഗതയിലാണ് ഇപ്പോൾ ആ പേടകം വന്നുകൊണ്ടിരിക്കുന്നത്, ആ സ്പ്ലാഷ് ഡൗൺ ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 300 മീറ്റർ മാത്രം അകലെയാണ്. ഒരു ചരിത്ര യാത്രയായിരുന്നു. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. അതിൽ ഇനി 200 മീറ്റർ മാത്രം അകലെയാണ്. 26 km/h എന്ന വേഗതയിലാണ് ഇപ്പോൾ ഗ്രേസ് പേടകം ആ സ്പ്ലാഷ് ഡൗൺ ലൊക്കേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ ഘട്ടങ്ങളും വിജയകരമായി തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആ പേടകം നമുക്ക് പേടകത്തിന് കാണാൻ കഴിയുന്നുണ്ട്. തെർമൽ ഇമേജിംഗ് ഉപയോഗിച്ചാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ കൃത്യമായി ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കാലിഫോർണിയയിലെ സമയവുമായി വ്യത്യാസം. അവിടെ പുലർച്ചെ 3:30 ഇപ്പോൾ സമയം. അതുകൊണ്ട് തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് ഈ ദൃശ്യങ്ങളൊക്കെ നാസയും സ്പേസ് എക്സും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതാ ഇപ്പോൾ വെറും സ്പ്ലാഷ് ഡൗണിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ആക്സിയം ദൗത്യം അത് സ്പ്ലാഷ് ഡൗണിലേക്ക് നീങ്ങുകയാണ്. ആ ലൊക്കേഷനിലേക്ക് പതിക്കാൻ പോവുകയാണ്. പതിക്കുന്ന ദൃശ്യങ്ങളാണ്. പാരച്യൂട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ പച്ച നിറത്തിൽ തിളങ്ങുന്നതാണ് ക്രൂ മൊഡ്യൂൾ. അതിലാണ് നമ്മുടെ 4 യാത്രികരും ഉള്ളത്. ആ ക്രൂ മൊഡ്യൂൾ പതിയാൻ പോകുന്നു. Safe landing, and then we'll move into the phases of this mission, which are really, let's recover the vehicle, let's recover the crew, let's make our assessments, and at that point we'll be covering. And we have splashdown of the AX-4 crew back on planet Earth. Welcome home. സ്പേസ് എക്സ് പറഞ്ഞതുപോലെ വെൽക്കം ഹോം, വളരെ സേഫ് ലാൻഡിംഗ് വെൽക്കം ഹോം, ഈ 2 വാക്കുകളുമാണ് സ്പേസ് എക്സ് ഉദ്ദേശിക്കുന്നത്, സ്പേസ് എക്സ് വിശേഷിപ്പിച്ചത്. അങ്ങനെ വിജയകരമായി തന്നെ ആ സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കിയിട്ടുണ്ട്. On behalf of SpaceX, welcome home. ഇനി അടുത്തത് റിക്കവറിയാണ്. എല്ലാ ഘട്ടങ്ങളും ഇന്നലെ മുതൽ അൺഡോക്കിംഗ് മുതൽ എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി നമ്മുടെ ബഹിരാകാശ ടീം മടങ്ങി വന്നിരിക്കുകയാണ്. ശുഭാൻഷുവിന്റെ അമ്മയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. ആ വിക്ഷേപണ സമയത്തൊക്കെ അവരുടെ മുഖം നമ്മൾ ആരും മറന്നിട്ട് വലിയ ആശങ്കയായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നത്. മകനെ പറ്റിയൊക്കെ അവർ പറഞ്ഞ പല പ്രതികരണങ്ങളും നമ്മൾ കേട്ടിരുന്നു. സ്വന്തം സഹോദരിയുടെ കല്യാണത്തിന്റെ അന്ന് പരീക്ഷ എഴുതാൻ പോയ മകനെ കുറിച്ച് അഭിമാനത്തോടു കൂടി പറഞ്ഞ അമ്മയെ നമ്മൾ കണ്ടിരുന്നു. Yeah, so now you can see a couple fast boats are going to be approaching the Dragon spacecraft. They're going to start with making sure that the spacecraft is പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും ഈ 4 ബഹിരാകാശ യാത്രികരും ഉണ്ടാവുക. ഇവരെ ഈ 4 പേരെയും ഇപ്പോൾ സ്പേസ് എക്സിന്റെ സ്പീഡ് ബോട്ടുകളും അതോടൊപ്പം തന്നെ റിക്കവറി കപ്പലും ഈ ഭാഗത്തേക്ക്, ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്ത ഭാഗത്തേക്ക് പോകും. അതിൽ നിന്ന് ആ ക്രൂ മൊഡ്യൂളിൽ നിന്ന് അവിടെ ഈ 4 പേരെയും പുറത്തേക്ക് ടഗ് ബോട്ടിലേക്ക് മാറ്റി അവിടെ നിന്ന് കപ്പലിലേക്ക് മാറ്റി പിന്നീട് നാസയുടെ ഹൂസ്റ്റണിലുള്ള ജോൺസൺ സ്പേസ് സെന്ററിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ 7 ദിവസം പ്രത്യേക പരിശോധനയും പ്രത്യേക നിരീക്ഷണത്തിലായിരിക്കും. അത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇത്രയും ദിവസം, അതായത് നമ്മൾ 18 ദിവസത്തെ ദൗത്യം എന്ന് പറയുമ്പോൾ 25-ാം തീയതിയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. 26-ാം തീയതിയാണ് ISS-ൽ എത്തിയത്. മടക്കയാത്രയ്ക്കും 22.5 മണിക്കൂർ അവർ ചെലവഴിച്ചിരുന്നു. അങ്ങനെ 20 ദിവസം അവർ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ 20 ദിവസം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒക്കെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുമായി ഭൂമിയിലെ അന്തരീക്ഷവുമായി ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള ഒരു സമയം, അതോടൊപ്പം തന്നെ അവർ തിരിച്ചു വന്ന് പ്രത്യേകിച്ചും അവരുടെ ശാരീരിക ക്ഷമത, അതോടൊപ്പം തന്നെ ഫിസിക്കൽ കുറെ എക്സസൈസസ് ഒക്കെ ചെയ്യിപ്പിക്കും. അവരുടെ മസിൽസിന്റെ അവരുടെ പേശികളുടെ ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടി ഉള്ള ശാരീരിക ക്ഷമതയൊക്കെ ഉറപ്പിക്കാനുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ആയിരിക്കും നടക്കുക. അവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണോ എന്ന് പരിശോധിക്കും. അവരുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ എന്ന് പരിശോധിക്കും. ഇതിൽ ആശങ്കയൊന്നും വേണ്ട, ഇത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. എന്തായാലും ഇനി അത് കഴിഞ്ഞായിരിക്കും നമ്മുടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ശുഭാൻഷു ശുക്ല എന്നായിരിക്കും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത്. എന്തായാലും ഈ ഒരു പ്രത്യേക നിരീക്ഷണം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ശുഭാൻഷു ശുക്ല തിരിച്ചു വരിക. ഈ 7 ദിവസത്തിനിടയിൽ തന്റെ യാത്രയെക്കുറിച്ച്, താൻ അവിടെ ചെലവിട്ട ആ സമയത്തെക്കുറിച്ച്, അവിടെ നടത്തിയ പരീക്ഷണങ്ങളെ കുറിച്ച്, ഗവേഷണങ്ങളെ കുറിച്ചൊക്കെ ശുഭാൻഷു സംസാരിക്കുമോ എന്ന് നമ്മൾ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. അതോ ഈ നിരീക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ സംസാരിക്കുക എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇത് കഴിഞ്ഞ് മാത്രമായിരിക്കും ഈ 4 പേർക്കും, അതിപ്പോൾ പെറ്റി ആണെങ്കിലും ശരി, സ്ലാവോസ് ആണെങ്കിലും, പെഗി ആണെങ്കിലും ശരി, സ്ലാവോസ് ആണെങ്കിലും ശരി, ടിബോർ ആണെങ്കിലും ശരി, ഈ 4 പേർക്കും അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങാൻ ഈ പ്രത്യേക നിരീക്ഷണം കഴിയണം. ശുഭാൻഷുവിന്റെ
सुधांशु के परिवार वाले समेत में मौजूद है। फिलहाल अभी बोलने को तैयार नहीं है क्योंकि जो एक अरे मनीष भैया आईडी लगाइए थोड़ा सा ശുഭാൻഷുവിന്റെ കുടുംബം, ശുഭാൻഷുവിന്റെ അച്ഛനോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പിതാവ് തയ്യാറല്ല എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. വളരെ വിജയകരമായ ദൗത്യം പൂർത്തിയാക്കി മകൻ മടങ്ങി വന്നതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ആ കുടുംബം. നമുക്ക് കേരളത്തിലും അഭിമാനിക്കാനുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ നെൽവിത്തുകൾ ശുഭാൻഷു കൊണ്ടുപോയത്. തിരുവനന്തപുരത്ത് നിന്നാണ്, കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരത്താണ് നെൽവിത്തുകൾ കൊണ്ടുപോയത്. അവിടെ അതിൽ ഗവേഷണം നടത്തിയെന്ന് ശുഭാൻഷു നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഇനി അത് തിരിച്ച് നാട്ടിലേക്ക്, ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ എത്തി അത് മുളപ്പിച്ച് എന്തൊക്കെയാണ് മാറ്റങ്ങൾ അതിൽ ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ചരിത്ര യാത്രയ്ക്ക് ശുഭ പര്യവസാനമാണ്. വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് അവർ മടങ്ങിയെത്തിയിരിക്കുകയാണ്. എല്ലാ ഘട്ടങ്ങളും വളരെ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ വിക്ഷേപണ സമയത്ത് ഉള്ള ആശങ്ക സ്വാഭാവികമായും തിരിച്ചു മടക്കയാത്രയിൽ ഉണ്ടാകാറില്ല. വിക്ഷേപണ സമയത്താണ് കൂടുതലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുള്ളത്. ഇവിടെ ഇന്നലെ എല്ലാം കൃത്യം സമയത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോയത്. ആദ്യം സ്പേസ് എക്സ് പറഞ്ഞിരുന്ന കാര്യം 3 മണിക്ക് സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുമെന്നാണ്. അത് കഴിഞ്ഞാണ് 3:01 ഓരോ നിമിഷവും അവർ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കാലാവസ്ഥ തന്നെയാണ്. കാലാവസ്ഥ ആ പറഞ്ഞ ഇപ്പോൾ സ്പ്ലാഷ് ഡൗൺ ചെയ്ത ഭാഗത്ത് മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രം വേഗതയിലായിരിക്കണം കാറ്റ് വീശുന്നത്. അതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും. മഴ ഉണ്ടാകാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, സുനിത വില്യംസിനെ അറ്റ്ലാന്റിക്കിലാണ്. ഇതിനു മുൻപും ശാന്തസമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വളരെ കുറവാണ്. കൂടുതലും അറ്റ്ലാന്റിക്കിലാണ് സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകാറുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം സുഗമമായി നടന്നു. ഇന്നലെ അൺഡോക്കിംഗ് മുതൽ, അതായത് ഫിസിക്കൽ സെപ്പറേഷൻ മുതലുള്ള എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി നടന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ ക്രൂ മൊഡ്യൂൾ, ഒരു ചെറിയ ഓറഞ്ച് ലൈറ്റ് കാണുന്നതാണ് ക്രൂ മൊഡ്യൂൾ. ആ മൊഡ്യൂളിനുള്ളിലാണ് നമ്മുടെ ഈ യാത്രികർ, 4 രാജ്യത്തു നിന്നുള്ള നമ്മുടെ യാത്രികരുള്ളത്. അതിനടുത്തേക്ക് ഇപ്പോൾ റിക്കവറി കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന്, ആ ക്രൂ മൊഡ്യൂളിൽ നിന്ന് ആ 4 പേരെയും പുറത്തെടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അവരെ സ്പേസ് സെന്ററിലേക്ക് പ്രത്യേക നിരീക്ഷണത്തിന് കൊണ്ടുപോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമയത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഈ ഇരുട്ടാണ്. അവിടെ വളരെ പുലർച്ചെയാണ്. ഇപ്പോൾ 3:30 സമയമാണ് കാലിഫോർണിയയിൽ. അതുകൊണ്ട് സാന്റിയാഗോയിൽ 3:30 ഇപ്പോൾ സമയം പുലർച്ചെ. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയാത്തത്. സുനിത വില്യംസിന് നമുക്ക് ഓർമ്മയുണ്ടാകും, അത്രയും വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. അത് അവിടെ ആ സമയത്ത് അന്ന് പകലായിരുന്നു അമേരിക്കയിൽ. എന്തായാലും രാജ്യത്തിനെ സംബന്ധിച്ച് ഇത് വലിയ അഭിമാന നിമിഷമാണ്. ഇപ്പോൾ സന്തോഷത്തിൽ ശുഭാൻഷുവിന്റെ കുടുംബവും ഇസ്രോയിലെ ശാസ്ത്രജ്ഞരുമൊക്കെ കേക്ക് കട്ട് ചെയ്ത് ആ സന്തോഷം അത് ആഘോഷിക്കുകയാണ്. A main chute at the water there. Went from dragging the spacecraft after it splashed down. Keep the crew safe. But we do recover those main parachutes, keep them out of the water. Exactly. And as we just discussed, actually, the space boats has a very specific role that they play. That is all part of, again, the operations the ground operations that support the retrieval and recovery of the spacecraft, as well as the X-4 crew. So all of these are part of the ground training that's required മകന്റെ മടക്കയാത്ര വിജയകരമായി പൂർത്തിയാക്കി. രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് പോലും ഇത് അഭിമാന നിമിഷമാണ്. അപ്പോൾ ആ സന്തോഷം, ആ അഭിമാനം ആ രക്ഷിതാക്കളുടെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇത് സ്പേസ് എക്സ്, ഒരു സ്വകാര്യ കമ്പനിയുടെ ദൗത്യമാണ് ആക്സിയം ദൗത്യം 4 എന്നുള്ളത്. അവരുടെ പ്രൊഫഷണൽസ് ഈ കഴിഞ്ഞ ഒരു മണിക്കൂറായി, 1.5 മണിക്കൂറായി അവർ ലൈവ് സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ. ഇത് ഈ ഒരു യാത്രയുടെ ഈ പേടകത്തിനകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നൽകിക്കൊണ്ടിരുന്നത്. അതിൽ കൃത്യമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയം എത്രയാണ്, ഭൂമിയിൽ നിന്നുള്ള അകലം എത്രയാണ്, എത്ര വേഗതയിലാണ് ആ പേടകം താഴേക്ക് വന്നുകൊണ്ടിരുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ത്രസ്റ്ററുകൾ പ്രവർത്തിച്ച സമയത്ത് അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരച്യൂട്ടുകൾ ഉയരുന്ന സമയം അതെല്ലാം കൃത്യമായി നമുക്ക് തന്നിരുന്നു. അവിടെ നമ്മൾ പറയേണ്ട കാര്യം, ഇതിനു മുൻപ് നാസയുടെ പല ദൗത്യങ്ങളും നമ്മൾ കണ്ടിരുന്നു. ഈ രീതിയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ സ്വാഭാവികമായും സ്വകാര്യ കമ്പനിയാണ്, ഞങ്ങൾക്ക്
ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യം അവർ കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാ ദൃശ്യങ്ങളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്രയാണെങ്കിലും ഇവിടെ ഈ സമയത്തിന്റെ വെളിച്ചക്കുറവിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ച് മൊഡ്യൂൾ വന്ന് വീഴുന്നതിനെയും അപ്പോൾ അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രീൻ ലൈറ്റ് നമ്മൾ കണ്ടിരുന്നു. അത് ക്രൂ മൊഡ്യൂളിനെ ട്രാക്ക് ചെയ്യാനുള്ള ഗ്രീൻ ലൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ റിക്കവറി കപ്പൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. റിക്കവറി കപ്പലിലേക്ക് ആ മൊഡ്യൂളിൽ നിന്ന് യാത്രികരെ മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ സ്പേസ് എക്സ് കടന്നിട്ടുണ്ട്. സ്പീഡ് ബോട്ടും എത്തും. അതോടൊപ്പം തന്നെ സ്പേസ് എക്സിന് തന്നെ 2 റിക്കവറി കപ്പലുകളും എന്തായാലും അവിടേക്ക് എത്തുകയാണ്. അതിൽ നിന്ന് നമുക്ക് ഇപ്പോഴും ഒരു പച്ച ലൈറ്റ് ചെറുതായി കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ക്രൂ മൊഡ്യൂൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചക്കുറവ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. പക്ഷെ ആ പച്ച ലൈറ്റ് ആണ് ക്രൂ മൊഡ്യൂളിന്റെ ട്രാക്കിംഗ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗം അതാണ് ക്രൂ മൊഡ്യൂൾ. അതിലാണ് നമ്മുടെ യാത്രികരുള്ളത്. അതിന് താഴെയുള്ള ട്രങ്ക് എന്ന് പറയുന്ന ഭാഗം ഭൂമിയിലേക്ക് കടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വേർപെട്ടിരുന്നു. അതിനുശേഷം നോസ്കോൺ അടച്ചതിനു ശേഷമാണ് ദിശ മാറ്റി ഡി ഓർബിറ്റിംഗ് കഴിഞ്ഞ് ഭൂമിയിലേക്ക് കയറിയത്.